ചേട്ടാ എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട്? പടം കൊള്ളാം. 16 വർഷത്തെ കഷ്ടപ്പാട് കാണാനുണ്ട്. BGM വർക്കുകളും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. AR റഹ്മാൻ ബാക്കിലേക്ക് വന്നിട്ട് തിരിച്ച് മലയാളത്തിലേക്ക് വന്നത് കൊള്ളാം. പൃഥ്വിരാജ് വിഷ്വൽ എഫക്റ്റ് അത് തന്നെ ഭയങ്കര വലിയൊരു വാസ്റ്റ് അൾട്രാവൈഡ് ഷോട്ടുകളും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഡെസേർട്ടിൽ പോയൊരു ഫീല് നമുക്ക് തന്നെ ഒരു മെൻ്റൽ ട്രോമയിലേക്ക് പോകും. ആൾക്കാർ ശ്രദ്ധിച്ചിരുന്ന് കാണുന്നവർക്ക് ഇമോഷണലി കണക്റ്റ് ആയിട്ടുണ്ട്. പൃഥ്വിരാജും കോ ആക്ടറും വളരെ അവർ നല്ലോണം ആ ഒരു സ്ഥലം ഡെസേർട്ടും കാര്യങ്ങളും അവരുടെ കഷ്ടപ്പാടും എല്ലാം എടുത്തിട്ടുണ്ട്. ഡയറക്ഷൻ പറയണം, ബ്ലെസ്സിയെ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ആ പടത്തിൻ്റെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യുന്ന പോലെ ആയിപ്പോകും. കാരണം അത്രയ്ക്ക് ഹെവിയാണ് പടം. റിവ്യൂവിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. കാരണം OTT ആകുമ്പോഴത്തേക്ക് ലാഗ് വരുമ്പം ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാ സീനുകളും സീൻ ബൈ സീൻ അടിപൊളിയായിരുന്നു. ഓസ്കാർ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഓസ്കാർ ലെവലാണ്. പിന്നെ മലയാളത്തിൽ നിന്ന് തന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഡീഗ്രേഡുകൾ വരാതിരുന്നാൽ ഓസ്കാർ ലെവലുള്ള പടങ്ങളുണ്ട്. കൊള്ളാം. പൃഥ്വിരാജിൻ്റെ ഒരു നല്ലൊരു പടം. അതുപോലെ തന്നെ ബ്ലെസ്സിയുടെ ഒരു പടം തിയേറ്ററിൽ നിന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടി. തന്മാത്രയൊക്കെ കണ്ട നേരം നല്ല ഫാനായതാണ് ബ്ലെസ്സി സാറിൻ്റെ. അപ്പം ഈ ഒരു പടവും നല്ല രീതി അവാർഡ്സ് വാരിക്കൂട്ടലെന്ന് ആഗ്രഹിക്കുന്നു. അത്രയും പെർഫോമൻസ് ഒരു രക്ഷയില്ല. പൃഥ്വിരാജ് മാത്രമല്ല, ആ ഗോകുൽ എന്ന് പറഞ്ഞ ചേട്ടനാണേലും മറ്റേ സൗത്ത് ആഫ്രിക്കക്കാരൻ്റെ പേര് എനിക്കറിഞ്ഞൂടാ, ആ പുള്ളിയാണെങ്കിലും എല്ലാവരും ആണെങ്കിലും അഭിനയിച്ചിരിക്കുന്നത് നന്നായിട്ടുണ്ടായിരുന്നു. നല്ലോണം കണക്റ്റ് ആകുന്നു. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു. ഇമോഷൻസൊക്കെ മ്യൂസിക്സ് ഒരു രക്ഷയില്ല. എനിക്ക് ആ പെരിയോനെ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് അവസാനമാണ് ആ പാട്ടായപ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങിപ്പോയി. പക്ഷേ പാട്ട് നല്ലൊരു പാട്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടും എല്ലാം നല്ലതായിരുന്നു. പക്ക എത്തിച്ചിടണം. യെസ്, പടം കണ്ടു. ഇറ്റ്സ് നോട്ട് എ ഫിലിം, മോർ ദാൻ ദാറ്റ്. അത് തന്നെ പറയണം. ഇതൊരു പടമല്ല, അത് ഒരു വലിയൊരു വികാരം തന്നെയാണ്. ഇത് മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇത് അനുഭവിച്ച ആളെക്കാളും നമ്മൾ കാണുമ്പം എത്രത്തോളം നമ്മൾ ആഴ്ന്നിറങ്ങുന്നു എന്നത് കണ്ട് തന്നെ മനസ്സിലാക്കണം. രാജുചേട്ടൻ്റെ പെർഫോമൻസ് ഒരു പീക്ക് ലെവൽ. അഭിനേതാവാണ് ഈ പടം ഏറ്റവും കൂടുതൽ അങ്ങ് ലെവലിൽ എത്തിച്ചേക്കുന്നത്. അതിന് കൂടെ തന്നെ ആ പയ്യൻ്റെ കാര്യം പറയണം. ഭയങ്കരമായിട്ട് റിയലിസ്റ്റിക്, അതിലുപരി ഒരു വലിയ അഭിനയ സാധ്യതകളെ തന്നെ ഈ പടം നമ്മളെ കാണിക്കുന്നുണ്ട്. തിയേറ്ററിൽ തന്നെ അവരുടെ എഫേർട്ടും സ്ട്രഗിളും നമ്മൾ ഒരു 3 മണിക്കൂർ നമ്മളൊക്കെ അതിന് ചിലവിട്ടില്ലെങ്കിൽ വി ആർ നോട്ട് ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, താങ്ക് യു.